സംസ്ഥാനത്ത് മഴ ശക്തമാവുന്നു. അടുത്ത 5 ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. 7 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ്. 9 ജില്ലകളിൽ നാളെ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അഞ്ജന അനിൽകുമാർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഞ്ജന, വെരി ഗുഡ് മോർണിംഗ്. മഴയൊക്കെ ആസ്വദിക്കാമെന്ന് തോന്നുന്നു, പക്ഷേ ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലല്ല. ചിലയിടങ്ങളിലെങ്കിലും തീവ്ര മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടി മഴയുണ്ടാവും. തിരുവനന്തപുരത്ത് എന്താണ് അന്തരീക്ഷം? മൊത്തത്തിൽ ഇന്ന് മഴയ്ക്കുള്ള സാധ്യതയുണ്ടോ? എന്താണ് കാലാവസ്ഥാ പ്രവചനം അഞ്ജന? ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. ഇന്ന് സംസ്ഥാനത്ത് 7 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ ഒരു തെളിഞ്ഞ കാലാവസ്ഥയാണ്, പക്ഷേ ഈ വരുന്ന വാരം അതിശക്തമായ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഇടിമിന്നലോടുകൂടിയ മഴയാണ് കേരളത്തിൽ ഉണ്ടാവുക. അതിന്റെ കൂടുതൽ സ്വാധീനം തെക്കൻ കേരളത്തിൽ അത്രമാത്രം ഉണ്ടാവില്ല. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് മഴ ഈ ഒരു വാരം ശക്തി പ്രാപിക്കാൻ പോകുന്നത്. ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീനം കേരളത്തിന്റെ മധ്യഭാഗത്തും വടക്കൻ ഭാഗത്തും ഉണ്ടാകും. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ മഴ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ 7 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് ഉള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, ഇടുക്കി, പാലക്കാട്, മലപ്പുറം എന്നീ 7 ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ അതിശക്തമായ മഴയായിരിക്കും. കേരളത്തിലെ എല്ലാ ജില്ലയിലും നാളെ മഴ മുന്നറിയിപ്പുണ്ട്. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 7 ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ് നാളെയുള്ളത്. ഇതിൽ എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിലാണ് നാളെ ഓറഞ്ച് അലർട്ട് ഉള്ളത്. ഈ ഫെഞ്ചൽ ചുഴലിക്കാറ്റിന്റെ ഒരു എഫക്റ്റ് കേരളത്തിൽ മുഴുവൻ ഉണ്ടാവുകയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ വരും ദിവസങ്ങളിലും അങ്ങനെ തന്നെയായിരിക്കും. ഡിസംബർ ആദ്യവാരം മഴ അതിശക്തമായ മഴ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തുലാവർഷം ഒക്ടോബറിൽ തുടങ്ങിയെങ്കിലും ഒക്ടോബറിൽ അതിന്റെ ഒരു വെയില് വല്ലാത്തൊരു അവസ്ഥയാണ് അല്ലേ അഞ്ജന? ഇപ്പോൾ എങ്ങനെയാ തിരുവനന്തപുരത്തിന്റെ ഒരു അന്തരീക്ഷം? മൂടിക്കെട്ടി നിൽക്കുകയാണോ? തിരുവനന്തപുരത്ത് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. രാവിലെ അങ്ങനെ മഴയുടെ കോളൊന്നും കാണുന്നില്ല. പക്ഷേ നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല എപ്പോഴാണ് എങ്ങനെയാണ് കാലാവസ്ഥ മാറുന്നതെന്ന്. നല്ല തെളിഞ്ഞിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ഉടനെ തന്നെ മഴയും ഉണ്ടാകുന്നത്. കോളൊന്നും കാണുന്നില്ല. താങ്ക് യു അഞ്ജന. വടക്കൻ കേരളത്തിൽ മഴ പ്രതീക്ഷിക്കണം എന്നാണ് അഞ്ജന പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അഞ്ജനയുടെ പ്രഡിക്ഷൻ അല്ല, കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രഡിക്ഷനാണ്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട ചില ഇടങ്ങളിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി ഇരിക്കുക. പുറത്തിറങ്ങുമ്പോൾ കയ്യിൽ കുട മറക്കരുത്. എപ്പോൾ വേണമെങ്കിലും മഴ പെയ്തേക്കാം. ഫെഞ്ചൽ ചുഴലിക്കാറ്റിൻ്റെ ഒരു പ്രഭാവമാണ് ഈ മഴയ്ക്ക് കാരണമായിട്ട് പറയപ്പെടുന്നത്. ഇന്നും നാളെയും മറ്റന്നാളും അടുത്ത 5 ദിവസത്തേക്ക് സംസ്ഥാന വ്യാപകമായി തന്നെ മഴയുണ്ടാവും. അതിൽ വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മഴയാണ്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, വെയിലുണ്ട്. കുഞ്ഞുങ്ങളുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചോണം. പനി വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുകൊണ്ട് മഴയും മഞ്ഞും തണുപ്പുമുള്ള ഒരു കാലാവസ്ഥയെ കരുതിയിരിക്കുക. ആസ്വദിക്കുന്നവർക്ക് ആസ്വദിക്കാം, അതേസമയം ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി കരുതിയിരിക്കണം.